ഹലോ, നമ്മുടെ 20ാമത്തെ പാട്ട് കേട്ടാലോ? കമൻ്റ് ഇടാൻ മറക്കല്ലേ. ഞാനേ എല്ലാ ദിവസവും കമൻ്റ് ഇടെന്ന് പറഞ്ഞിട്ട് ആരും തന്നെ ഇടുന്നില്ല കേട്ടാ. മര്യാദയ്ക്ക് ഇട്ടോ. ഇനി ഞാനല്ലെങ്കിൽ സ്റ്റോറിയേ ഇടില്ല. അപ്പം നിങ്ങൾ കമൻ്റ് ഇടുമല്ലോ, എന്താ ചേച്ചി സ്റ്റോറി ഇടാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ സ്റ്റോറി ഇടും. എങ്ങനെയുണ്ട്? ആഹാ, അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റോറിയിലേക്ക് പോയാലോ? ഒന്ന് വേഗം നടക്ക് പെണ്ണെ, ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞു. ഞാൻ കാണൻ്റെ വായിലിരിക്കണ മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. ഞാൻ നടക്കല്ലേ, ഇതിന് സ്പീഡിൽ എനിക്ക് നടക്കാൻ പറ്റില്ല തുമ്പി. അവർ ഇരുവരും ഓഫീസിലേക്ക് കയറിയതും അവിടെ മാഗ്യ കണ്ട് അന്തം വിട്ടു നിന്നു. അകത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ശിവ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കേട്ട് അവനും ചുറ്റും നിൽക്കുന്ന സ്റ്റാഫ് കൈയടിക്കുന്നുമുണ്ട്. ഇതെന്താ സംഭവം? തനിക്ക് നേരെ വരുന്ന ഒരു സ്റ്റാഫിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് രേവതി ചോദിച്ചു. ഈ വർഷത്തെ യങ് എൻ്റർപ്രനർ അവാർഡ് നമ്മുടെ ദേവസാറിന് കിട്ടി. അതുപോലെ ഇന്നലത്തെ മീറ്റിങ്ങിൽ പ്രൊജക്റ്റ് നമ്മുടെ കമ്പനിക്കും ആര്യ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്കും കൂടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 2 കമ്പനിയും പാർട്ട്ണർഷിപ്പിലൂടെ ആ പ്രൊജക്റ്റ് ഒപ്പം നടത്താനുള്ള ഒരു കരാറും നൽകി. ഇതിൻ്റെയൊക്കെ സന്തോഷത്തിൽ സാറിന്ന് ഈവനിങ് ഒരു അടിപൊളി പാർട്ടി നടത്തുന്നുണ്ട്. സന്തോഷം കൊണ്ട് ആ പെൺകുട്ടി ഒറ്റ ശാസ്ത്രി പറഞ്ഞു നിർത്തി. അപ്പോഴേക്കും ശിവ അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. അത്ര നേരം ചുണ്ടിൽ ഒരു ചിരി തങ്ങി നിന്നിരുന്ന ശിവയുടെ മുഖം പാർവണയെ കണ്ടതും ഗൗരവമായി മാറിയിരുന്നു. ഗുഡ് മോർണിംഗ് സാർ. ശിവയെ കണ്ടതിൻ്റെ രേവതി പറഞ്ഞു. ഗുഡ് മോർണിംഗ്. തന്നെ അവിടെ ദേവ അന്വേഷിക്കുന്നുണ്ട്. അവൻ്റെ ക്യാബിനിലേക്ക് പോയിക്കോളൂ. ഓക്കെ സാർ. അത് പറഞ്ഞു പാർവണി ഒന്ന് നോക്കിയ ശേഷം രേവതി നേരെ ദേവയുടെ ഓഫീസിലേക്ക് നടന്നു. തോന്നുന്ന സമയത്ത് കയറി വരാൻ, ഇത് നിന്റെ വീടൊന്നല്ല, ഒരു ഓഫീസാണ്. ശിവ ദേഷ്യത്തോടെ പറഞ്ഞു. സോറി സാർ, ഇന്ന് കുറച്ച് ലേറ്റായി പോയി. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ, ഇൻക്ലൂഡിങ് ഈവനിങ്ങുള്ള ഫങ്ഷൻ ഓൾസോ. അറിഞ്ഞു സാർ. ഓക്കെ ഗുഡ്. എന്നാൽ വേഗം പോയി നിന്റെ വർക്ക് നോക്ക്. ഇന്ന് രാവിലത്തെ ബ്രേക്കിന് മുമ്പ് ആദ്യ കൺസ്ട്രക്ഷൻ ഫയൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് എൻ്റെ ടേബിളിൽ എത്തിയിരിക്കണം. പാർവണ അതിനുള്ള മറുപടി പറയുന്നതിന് മുമ്പേ ശിവ പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. സാർ. രേവതി ദേവയുടെ ക്യാബിനിൽ വാതിൽ തുറന്നുകൊണ്ട് വിളിച്ചു. വരൂ രേവതി, ഇന്നെന്താ ലേറ്റായോ? ദേവ സമയം നോക്കിക്കൊണ്ട് ചോദിച്ചു. സോറി സാർ, ഇന്ന് കുറച്ച് ലേറ്റായി പോയി. ഇറ്റ്സ് ഓക്കെ. ഇന്നലെ ഞാൻ തന്നെ എൻവലപ്പ് തുറന്നു നോക്കിയോ? ഇന്നു മുതൽ താനാണ് എൻ്റെ PA. ദേവ ചിരിയോടെ പറഞ്ഞു. പക്ഷേ സാർ, എനിക്കതൊന്നും അറിയില്ല. ഇങ്ങനെയൊക്കെയല്ലോടോ പഠിക്കുക. താൻ ടെൻഷനാവൊന്നും വേണ്ട. എൻ്റെ മീറ്റിംഗ് കോൾസ് അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യുക. പിന്നെ ഡെയിലി ഉള്ള ഒരു പ്രോഗ്രാംസ് ചാർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കാം സാർ. ഓക്കെ, അത് മതി. അതാണ് തൻ്റെ സീറ്റ്. ദേവ തൻ്റെ ടേബിളിന് ലെഫ്റ്റ് സൈഡിലായി സെറ്റ് ചെയ്തിരിക്കുന്ന ടേബിളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. സാറിൻ്റെ മുന്നിൽ കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ആകെ കൈയും കാലൊക്കെ വിറച്ചിട്ട് ആകെ വല്ലാണ്ടാവും. ഇതിപ്പോൾ ഫുൾ ടൈം സാറിൻ്റെ കൂടെ എങ്ങനെ ഇരിക്കും? എൻ്റെ കൃഷ്ണ, ഞാൻ എന്ത് ചെയ്യാ? രേവതി ആത്മകഥിച്ചു. ഹെഡോ, താനിതെന്താലോചിച്ച് നിൽക്കുക? അവിടെ പോയി ഇരുന്നോളാൻ. ദേവ അത് പറഞ്ഞതും രേവതി വേഗം ചെയറിൽ ചെന്നിരുന്നു. തൻ്റെ ടേബിളിന് മുകളിലുള്ള ഫയലുകളിലേക്കും ലാപ്ടോപ്പിലേക്കും അവൾ മാറി മാറി നോക്കി. എൻ്റെ ഭഗവാനെ, ഞാനിവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാ? ഈ സാറാണെങ്കിൽ എന്നോടൊന്നും പറയുന്നു ഇല്ലല്ലോ. കൈവിരലുകൾ പൊട്ടിച്ചുകൊണ്ട് രേവതി ആലോചിച്ചു. ഇത് നോക്കിയിട്ട് ഇന്നെൻ്റെ പ്രോഗ്രാംസ് ഒന്ന് ചാർട്ട് ചെയ്യേ. ദേവ ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുക്കാതെ രേവതിക്ക് നേരെ ഒരു പേപ്പർ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ സാർ. അവൾ അത് വാങ്ങി തൻ്റെ ടേബിളിൻ്റെ വലിപ്പിൽ നിന്നും ഒരു വൈറ്റ് പേപ്പറും പേനയും എടുത്ത് എഴുതാൻ തുടങ്ങി. ദേവ അവളൊന്ന് നോക്കിയ ശേഷം വീണ്ടും ലാപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചു. സാർ, ഇതെന്താ എന്നെനിക്ക് മനസ്സിലായില്ല. രേവതി കുറച്ച് കഴിഞ്ഞ് പേപ്പറിലെ എന്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. 1 മിനിറ്റ് രേവതി. ദേവ അത് പറഞ്ഞു ലാപ്പിൽ തന്നെ നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞ് ദേവ തൻ്റെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് രേവതിയുടെ അരികിലേക്ക് വന്നു. ഒരു കൈ മേശയിൽ കുത്തി മറു കൈ രേവതി ഇരിക്കുന്ന ചെയറിലും പിടിച്ച് ദേവ കുനിഞ്ഞു നിന്ന് രേവതിയുടെ മുന്നിലുള്ള പേപ്പറിലേക്ക് നോക്കി.
അതേസമയം രേവതി വെട്ടി വിയർക്കുമായിരുന്നു. എന്തോ വല്ലാത്തൊരു പരവേശം, തൊണ്ടയൊക്കെ വരളുന്ന പോലെ. എടോ, ഇത് നമ്മളെ ഇവിടെ പോലീസ് സ്റ്റേഷനടുത്ത് പുതിയതായി ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. അവിടെ പോയി ഒന്ന് കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ ചാട്ടാണിത്. ഓക്കെ ഓക്കെ സർ, രേവതി പതർച്ചയോടെ പറഞ്ഞു. തൻ്റെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ. പക്ഷേ ഇങ്ങനെ പേപ്പറിൽ എഴുതണമെന്നൊന്നും ഇല്ല കേട്ടോ. ലാപ്ടോപ്പിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ സർ. ദേവിയുടെ നിശ്വാസം തൻ്റെ മുഖത്ത് തട്ടിയതും അവൾ പെട്ടെന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ കൺസ്ട്രക്ഷൻ സൈഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഫയൽ ശിവയുടെ കയ്യിൽ നിന്നും വാങ്ങാനൊന്ന് എന്നെ ഓർമ്മിപ്പിക്കണം. ദേവ അത് പറഞ്ഞ് അവളുടെ അടുത്ത് നിന്നും മാറി അവൻ്റെ ചെയറിൽ തന്നെ വന്നിരുന്നപ്പോഴാണ് രേവതി ഒരു ആശ്വാസത്തോടെ കണ്ണു തുറന്നത്. സാർ, ഇത് ആദ്യ കൺസ്ട്രക്ഷൻ ഫയൽ ക്രോസ് ചെക്ക് ചെയ്തതാണ്. പാർവണ ഫയൽ ശിവയുടെ ടേബിളിന് മുന്നിൽ വെച്ചു കൊണ്ട് പറഞ്ഞു. നീ അവിടെ നിന്ന് നിന്നേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ പാർവണയെ ശിവ പിന്നിൽ നിന്നും വിളിച്ചു. എന്താ സാർ? ഇരിക്കി. ശിവ അത് പറഞ്ഞതും പാർവൺ ചെയറിലിരുന്നു. നാളെ മുതൽ 2 ദിവസം നിനക്ക് ഓഫീസിന് പുറത്തായിരിക്കും വർക്ക്. എൻ്റെ മഹാദേവ, താങ്ക് യു സോ മച്ച്. ഇനി 2 ദിവസം ഈ കാലിനെ കണ്ണുണ്ടല്ലോ, സമാധാനം. പാർവണ ആത്മവദിച്ചു. ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞല്ലോ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യണ കാര്യം. അതിന് നാളെയാണ് പോകേണ്ടത്. പിന്നെ നീയും അറിഞ്ഞിരിക്കും അല്ലോ ആര്യ ഗ്രൂപ്പ് ഓഫ് കമ്പനിയായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഉള്ള കാര്യം. സോ നമ്മുടെ കമ്പനിയിൽ നിന്ന് 2 പേരും അവരുടെ കമ്പനിയിൽ നിന്ന് 2 പേരുമാണ് കോളേജിലേക്ക് പോകുന്നത്. അപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് ഓഫീസിലേക്ക് വന്നാൽ മതി. ഇവിടെ നിന്ന് കോളേജിലേക്ക് പോവാം. ഓക്കെ സാർ. പക്ഷേ അതിന് വിജയ് സാറിനെ അസിസ്റ്റ് ചെയ്യാനല്ലേ എന്നോട് പറഞ്ഞേ. പക്ഷേ സാറിപ്പോൾ ഇവിടെ ഇല്ലല്ലോ. വിജയനെ മാത്രം നീ അസിസ്റ്റ് ചെയ്യുള്ളോ? ശിവ സംശയത്തോടെ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ ചോദിച്ചു എന്നുള്ളോ. നാളെ 10 മണിക്ക് ഞാൻ സാറിൻ്റെ ഓഫീസിലേക്ക് എത്തിക്കോളാം. കറക്റ്റ് സമയത്ത് എത്തിയെന്ന് നിനക്ക് കൊള്ളാം, ശിവ വാണിങ്ങോടെ പറഞ്ഞു. അത് കേട്ടതും പാർവണ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഇയാളുടെ വിചാരാന്നാ വല്ലാത്ത പട്ടിഷോ ഇറക്കുന്നുണ്ട് ഇപ്പോൾ. ഞാൻ എന്ത് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടണോ? എൻ്റെ പന്നി സ്വഭാവമൊക്കെ അറിയില്ല. പാർവണ പിറുപിറുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അതേസമയം തന്നെയാണ് ദേവ അകത്തേക്ക് വന്നത്. എന്താ പാർവണ ഒറ്റയ്ക്ക് സംസാരിച്ചെടുക്കണേ? അവളെ കണ്ട ദേവ ചിരിയോടെ ചോദിച്ചു. ഒന്നുമില്ല, ഞാനൊരു ആത്മകഥ പറഞ്ഞോ സാർ. ആണോ? എന്നാ ഓക്കെ, കണ്ടിന്യൂ. ദേവ ചിരിയോടെ പറഞ്ഞ ശിവയുടെ ക്യാബിനിലേക്ക് കയറി. ശിവ, ആദ്യ കൺസ്ട്രക്ഷൻ്റെ ഫയലൊന്ന് തന്നെ, ഞാൻ സൈഡിലൊന്ന് പോയി നോക്കിയിട്ട് വരാം. 1 മിനിറ്റ്, ഇപ്പം തരാം. അത് പറഞ്ഞ ശിവ ടേബിളിന് മുകളിൽ വെച്ചിരിക്കുന്ന ഫയലിൽ നിന്നും ആ ഫയലെടുത്ത് ദേവയ്ക്ക് കൊടുത്തു. നീ പാർവണയെ വഴക്കൊല്ലം പറഞ്ഞായിരുന്നോ? ദേവ സംശയത്തോടെ ചോദിച്ചു. ഞാനോ? ഇല്ലല്ലോ. എൻ്റെ അല്ല, അവള് നിന്റെ ക്യാബിനിൽ നിന്ന് എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ഇറങ്ങിപ്പോണുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെയൊന്നുമില്ല ദേവ. നാളെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകേണ്ട കാര്യം അവളോട് പറഞ്ഞാണ്. അതിന് അവൾക്ക് 1000 സംശയം. ആ സംശയം ഒന്ന് തീർത്തു കൊടുത്താണ്. ശിവ ഫയൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ശിവ, നീ എന്തിനാണ് അങ്ങോട്ട് പോകാൻ അവളെ സെലക്ട് ചെയ്ത്? എനിക്കറിയില്ല. പക്ഷേ അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല എന്ന് നീ അങ്ങനെ ചെയ്തതെന്ന് മാത്രം എനിക്കറിയാം. നിനക്ക് അവളോട് ദേഷ്യമൊക്കെ ആയിരിക്കാം, പക്ഷെ അവളൊരു പെൺകുട്ടിയല്ലേ. ആ കോളേജിലേക്ക് അവളെ പറഞ്ഞു വിടണോ? ഇവിടുത്തെ കോളേജ് പിള്ളേരുടെ കാര്യം നിനക്കറിയാഞ്ഞിട്ടാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും ഒരു മെയിൽ സ്റ്റാഫിന് അസിസ്റ്റൻ്റായി കൂടെ കൂട്ടിയാൽ പോരെ? ദേവ, നീ പറഞ്ഞത് ശരിയാണ്. അവളോടുള്ള ദേഷ്യം കൊണ്ടാണ് ഞാൻ അവളെ എൻ്റെ അസിസ്റ്റൻ്റായി കൂടെ കൂട്ടിയത്. എന്ന് വെച്ചിട്ട് ഞാൻ അത്ര കണ്ണിച്ചോരയില്ലാത്ത ആളൊന്നുമല്ല. പിന്നെ അതുമാത്രമല്ല, എൻ്റെ ഓഫീസിലെ സ്റ്റാഫിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. അതുപോലെ അവൾ എൻ്റെ ഒപ്പമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. അതോർത്ത് നീ പേടിക്കണ്ട, ശിവ ഗൗരവത്തോടെ പറഞ്ഞു. എനിക്കതൊന്നും അറിയില്ല, പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് നാളെ അവൾ കരയാൻ ഇടവരരുത്. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്തായാലും കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോവാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ ദേവ. ശിവ അത് പറഞ്ഞതും ദേവ ഫയലുമായി പുറത്തേക്ക് ഇറങ്ങി. അവൻ നേരെ തൻ്റെ ക്യാബിനിലേക്കാണ് വന്നത്.
എടോ വാ, നമുക്കൊന്ന് കൺസ്ട്രക്ഷൻ സൈറ്റ് വരെ പോകണം. പിന്നെ ആ ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന എൻ്റെ ഫോണും 2-3 ഫയൽസ് എടുക്കാനുണ്ട്. അത് പറഞ്ഞ ദേവ തൻ്റെ മറ്റൊരു ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. രേവതി ടേബിളിന് മുകളിലിരിക്കുന്ന ഫയലുകൾ എടുത്തതും ടേബിളിന് മുകളിലെ പേനകൾ അടക്കി വെച്ചിരിക്കുന്ന ബോക്സ് താഴേക്ക് വീണു. അവൾ താഴെ നിലത്തിരുന്ന് വീണ് കിടക്കുന്ന പേനകളെല്ലാം തന്നെ അതുപോലെ ഒതുക്കി വയ്ക്കാൻ തുടങ്ങി. കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്തിട്ടും രേവതിയെ കാണാതെ ഇരുന്നതിനാൽ ദേവ തിരിച്ച് തൻ്റെ ക്യാബിനിലേക്ക് വരാൻ തിരിഞ്ഞതും പിന്നിൽ വന്ന് നിന്ന രേവതിയുടെ മേൽ തട്ടിയതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്നുള്ള വെപ്രാളത്തിൽ രേവതിയുടെ കയ്യിലുള്ള ഫയലെല്ലാം താഴെ വീണു. സോറി സർ, അത് പറഞ്ഞ് അവൾ താഴെ വീണ ഫയലുകൾ എടുക്കാൻ തുടങ്ങി. അവൾക്കൊപ്പം ദേവയും ഫയലുകൾ എടുത്തു. ദേവ കയ്യിലെ ഫയലുകൾ രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു. സോറി സാർ, ഐ എം റിയലി സോറി സാർ, അവൾ ടെൻഷനോടെ പറഞ്ഞു. മറുപടിയായി ദേവ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ആ പുഞ്ചിരി അവളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയ പോലെ അവൾക്ക് തോന്നി. ഒരു നിമിഷം അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. പരസ്പരം കണ്ണുകൾ തമ്മിൽ കോർത്തൊരു നിമിഷം. പരിസരം വന്ന് അവരിരുവരും തമ്മിൽ നോക്കി നിന്നു. ദേവേട്ടാ, പിന്നിൽ നിന്നുള്ള പെട്ടെന്ന വിളിയാണ് അവർ രണ്ടുപേരെയും സുബോധത്തിലേക്ക് കൊണ്ടുവന്നത്. ഒരു പെൺകുട്ടി ദേവയെ ഹഗ് ചെയ്തുകൊണ്ട് പറഞ്ഞു. ദേവയാണെങ്കിൽ ദേഷ്യത്തോടെ അവളെ തന്നെ നടത്തി മാറ്റി. നീ എന്താ ഇവിടെ? ദേവ ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. അതെന്താ ദേവട്ട അങ്ങനെ പറയണേ? ഞാൻ ദേവനെ കാണാൻ വന്നതല്ലേ. ഇതൊരു ഓഫീസാണ് മേഘന, ഇവിടെ ചില റൂൾസ് ഉണ്ട്. ഇങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ല അത്. സോറി ദേവേട്ട, ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്ക്, അവൾ ദേവയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദേവ തൻ്റെ കയ്യിൽ നിന്ന് അവളെ പിടിവിട്ടു. ഇതാരാ? അടുത്ത് നിൽക്കുന്ന രേവതിയെ നോക്കിക്കൊണ്ട് അവൾ സംശയത്തോട് ചോദിച്ചു. ഇതെൻ്റെ പിയാണ്. ഇവളോ? മേഘന പുച്ഛത്തോട് ചോദിച്ചു. മേഘന, സ്റ്റോപ്പ് ഇറ്റ്. രേവതി എൻ്റെ സ്റ്റാഫാണ്, അതുകൊണ്ട് ഇത്തരത്തിലുള്ള വർത്താനം ഇനിയും ഉണ്ടായ എൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കില്ല? ദേവ ഉയർന്നു വരുന്ന ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ശിവ അങ്ങോട്ടേക്ക് വന്നിരുന്നു. ദേവ, ഞാൻ നിനക്ക് തന്നിരുന്ന ഫയൽ മാറിപ്പോയി. ശിവ കയ്യിൽ മറ്റൊരു ഫയൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? ഞാനത് ശ്രദ്ധിച്ചില്ല. അത് പറഞ്ഞ് ദേവ തൻ്റെ കയ്യിലുള്ള ഫയൽ ശിവയുടെ കയ്യിൽ കൊടുത്ത് ശിവയുടെ കയ്യിലുള്ള ഫയൽ വാങ്ങിച്ചു. ഹായ് മേഘന, ശിവ മേഘനയെ നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ദേവ, 1 മിനിറ്റ്, ഒന്നിങ്ങോട്ട് വന്നേ. അത് പറഞ്ഞ് ശിവ ദേവിയെ വിളിച്ചുകൊണ്ട് കുറച്ച് മാറി നിന്നു. നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? മേഘന പുച്ഛത്തോടെ ചോദിച്ചു. രേവതി. പഴഞ്ചൻ പേരാണല്ലോ നിന്റെ. എനിക്കിങ്ങനത്തെ പേരൊന്നും ഇഷ്ടമല്ല. തൻ്റെ വീട് എവിടെയാ? ഇവിടെ തന്നെയാണോ? അല്ല, പട്ടിക്കാട്ടിലും ആയിരിക്കും അല്ലേ? നിന്റെ ലുക്ക് കണ്ടാലും തോന്നും. നിന്നെയൊക്കെ ദേവ എന്തിനാ പിയാക്കി വെച്ചിരിക്കണേ? മെയിൽ സ്റ്റാഫിനൊന്നും കിട്ടിയില്ലാണോ? അവൻ പുച്ഛത്തോടെ പറഞ്ഞതും ഇതെല്ലാം കേട്ടൊന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് രേവതി. നിന്റെ ദേവൻ്റെ ക്യാബിനൊന്നാണോ? അവൾ രേവതിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ, അവൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. നീ ദേവനോട് അധികം ക്ലോസ് ആവാനൊന്നും നിൽക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെ, നിന്നെ പോലുള്ള ലോ ക്ലാസ് ഗേൾസ് ദേവേട്ടനെ പോലുള്ള ബോയ്സ് ഇറക്കിയെടുക്കാൻ നോക്കുമെന്നൊക്കെ എനിക്കറിയാം. നിന്നെ കാണാൻ തരക്കേടില്ലാത്തതുകൊണ്ട് അതിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ദേവേട്ടനോട് നീ അധികം സംസാരിക്കാനോ ഇടപെടാനോ നിൽക്കരുത്. അങ്ങനെയെങ്ങാനും കണ്ട എൻ്റെ കയ്യായിരിക്കും അതിനുള്ള മറുപടി തരണേ. ഡി, നീ ആരടി ഇതൊക്കെ പറയാൻ? അതൊരു അലർച്ചയായിരുന്നു. ആ ശബ്ദം കേട്ട് അപ്പുറത്ത് നിന്ന് സംസാരിച്ചുകൊണ്ട് ശിവയും ദേവിയും വരഞ്ഞെട്ടി. ബ്രേക്കായിട്ടും രേവതിയെ കാണാത്തതുകൊണ്ട് അവളെ അന്വേഷിച്ച് വന്നായിരുന്നു പാർവണ. അപ്പോഴാണ് മേഘനയും അവൾ പറയുന്നത് കേട്ട് കണ്ണു നിറച്ച് നിൽക്കുന്ന രേവതിയെയും പാർവണ കണ്ടത്. ഞങ്ങൾ ലോ ക്ലാസ് ആയിരിക്കാം എന്ന് വെച്ചിട്ട് മറ്റുള്ളവരാൾക്കാരെ കറക്കിയെടുക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. പിന്നെ നീ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ നിന്റെ കൈ എന്തോ മറുപടി പറയുന്നു. ഈ വക വർത്താനം ഇനി ഞാൻ ഇവളോട് പറയാനങ്ങനെ നിന്നു നിന്റെ പല്ലടിച്ച് കൊഴിക്കും ഞാൻ. മുഖത്ത് കുറെ പുട്ടി അടിച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് നടന്ന എല്ലാം തികയില്ല. അല്ലെങ്കിൽ നിന്നെ പോലെയുള്ള പണച്ചാക്കളുടെ വിചാരം കുറച്ച് പൈസ കയ്യിലുണ്ടെങ്കിൽ എല്ലാം തികഞ്ഞെന്നാ. അപ്പോഴേക്കും ദേവിയും ശിവ അവരുടെ അടുത്തേക്ക് നടന്നു വന്നിരുന്നു. മേഘനയ്ക്ക് നേരെ ചാടിക്കറിക്കുന്ന
പാർവണിയെ കണ്ട് അവർ രണ്ടുപേരും ശരിക്കും ഞെട്ടിയിരുന്നു. മേഘനയ്ക്കുള്ള വാണിംഗ് കൊടുത്തുകൊണ്ട് പാർവണ ദേവയ്ക്ക് നേരെ തിരിഞ്ഞു. സാറിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാൾ മറ്റൊരാൾ ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞ അതില്ലാതാക്കേണ്ടത് സാറാണ്. അതുകൊണ്ട് ഇനിയുള്ള ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഇവൾക്ക് ഉണ്ടാവരുത്. അവൾ ദേവിയെ നോക്കി പറഞ്ഞുകൊണ്ട് രേവതിയെ വിളിച്ച് നേരെ പുറത്തേക്ക് നടന്നു. അപ്പോഴേക്കും രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അവളുടെ മുഖം കണ്ട് ദേവയ്ക്കെന്തോ വല്ലാത്ത സങ്കടം തോന്നി. നീ എന്താ മേഘന രേവതിയോട് പറഞ്ഞത്? രേവതി ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ദേവേട്ട. നീ ഒന്നും പറയാതെയാണ് പാർവണ നിന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടെ? എനിക്കറിയില്ല ദേവേട്ട. ഞാൻ വെറുതെ ആ കുട്ടിയോട് ഓരോന്ന് സംസാരിച്ചു നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ആ പെണ്ണ് വന്നിട്ട് എന്നോട് വെറുതെ ചൂടായത്. ഒരു കാര്യമില്ലാതെ പാർവണ നിന്നോട് ദേഷ്യപ്പെടില്ല എന്ന് എനിക്കറിയാം. ഇനി നിന്നെ ഈ ഓഫീസിൽ കൊണ്ടുപോകരുത്. നീയായിട്ട് പുറത്തു പോകണോ അതോ ഞാനായിട്ട് തന്നെ ഇറക്കി വരണോ? ശിവ അവളെ നോക്കി പറഞ്ഞതും മേഘന ആകെ നാണം കേട്ട പോലെയായി. അവൾ ദേഷ്യത്തോടെ ചവിട്ടി തുള്ളി നേരെ ഓഫീസിന് പുറത്തേക്ക് നടന്നു. നീ എന്തിനാണ് തുമ്പി ഇത്രയ്ക്ക് ദേഷ്യപ്പെട്ടെ? അവരൊക്കെ എന്ത് വിചാരിച്ചു കാണും? ക്യാൻറ്റീനിലിരിക്കുന്ന രേവതി പാർവണിയോടായി ചോദിച്ചു. പിന്നെ ഞാനെന്ത് ചെയ്യണം? അവൾ എന്തെങ്കിലും പറയുന്നത് കേട്ട് മിണ്ടാതെ നിൽക്കണമായിരുന്ന? അല്ലെങ്കിൽ ആ പെണ്ണിനെ പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്കാണൊന്ന് തരണ്ടേ? അത്രയൊക്കെ പറഞ്ഞിട്ട് നീ തല കുനിച്ച് നിൽക്കല്ലേ ചെയ്തേ? പിന്നെ ഞാനെന്താ ചെയ്യണ്ടേ? അത് ദേവസാറിൻ്റെ ആരോ ആണ്. അപ്പോൾ ഞാനെങ്ങനെയാ ദേഷ്യപ്പെടാ? എന്ന് വെച്ച് അവൾ പറയുന്നതെല്ലാം കേട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ? ആ ശബ്ദം കേട്ട് സ്ഥലത്തേക്ക് പാർവണിയെ രേവതി ഒരുമിച്ച് നോക്കിയിരുന്നു. ദേവിയായിരുന്നു അത്. രേവതിയുടെ അടുത്തുള്ള ചെയർ വലിച്ചിട്ടുകൊണ്ട് അവിടെ ഇരുന്നു. അവനപ്പോൾ ശിവയും ഉണ്ടായിരുന്നു. ദേവിയെ കൂടെ കണ്ടപ്പോൾ രേവതിക്ക് തൻ്റെ സങ്കടം ഒന്നും കൂടെ കൂടി. അവളെ എത്ര ഒതുക്കി വയ്ക്കാൻ നോക്കിയിട്ടും അവളെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നുണ്ടായിരുന്നു. സോറി ദേവു. ദേവ രേവതിയുടെ അടുത്ത് ഇരുന്നു കൊണ്ട് പറഞ്ഞു. ദേവിയുടെ വിളി കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് പാർവണ. പാർവണ ഒന്നും വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് പറഞ്ഞ് ശിവ പാർവണി അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയി. ശിവയ്ക്ക് പിന്നാലെ രേവതി തിരിഞ്ഞു നോക്കിക്കൊണ്ട് പാർവണിയും പുറത്തേക്ക് പോയി. എടോ താനിങ്ങനെ കരയാതെ. മേഘന അവൾ എൻ്റെ ഒരു റിലേറ്റീവ് മാത്രമാണ്. ആ അധികാരം വെച്ചിട്ടാണ് അവളിവിടെ കയറി വന്നത്. എന്ന് വെച്ചിട്ട് ഈ കമ്പനികളിലെ ആരെയും ഭരിക്കാനുള്ള അവകാശമൊന്നും ഞാൻ അവൾക്ക് നൽകിയിട്ടില്ല. അവൾ അങ്ങനെ പറഞ്ഞതിന് ഞാൻ തന്നോട് സോറി ചോദിക്കുന്നു. ദേവ തൻ്റെ വലതു കൈ അവളുടെ ഇടത് കൈയിൽ കോർത്തു വെച്ചുകൊണ്ട് പറഞ്ഞു. ദേവിയുടെ ആ പ്രവൃത്തി രേവതി ഒന്ന് ഞെട്ടിയെങ്കിലും അടുത്ത നിമിഷം അവൾ പൊട്ടിക്കരഞ്ഞുപോയി. അത്ര നേരം സഹിച്ചു നിന്ന സങ്കടം മുഴുവൻ അവൾ കരഞ്ഞു തീർത്തു. ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എനിക്കറിയാം ദേവു, നീ ഇങ്ങനെ പാവായി പോയല്ലോ. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം, അല്ലാതെ ഇങ്ങനെ തലതായിട്ട് ഇരിക്കല്ല ചെയ്യണ്ടേ. ദേവ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ചു നേരം അവർ അങ്ങനെ തന്നെ ഇരുന്നു. നമുക്കെന്തായാലും കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റ് വരെ ഒന്ന് പോയി വരാം. താനും പുറത്തേക്കൊക്കെ ഒന്ന് പോകുമ്പോൾ നോക്കിയാവും. അത് പറഞ്ഞ് ദേവ രേവതിയുടെ കയ്യിൽ നിന്നും തൻ്റെ കൈയെടുത്ത് മാറ്റി. ശേഷം അവളെയും വിളിച്ച് അവൻ നേരെ പുറത്തേക്ക് പോയി. എന്തിനാ സാർ എന്നെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നേ? പാർവണ ഒന്നും മനസ്സിലാവാത്ത ശിവയെ നോക്കി ചോദിച്ചു. ദാ ഈ ഫയലൊക്കെ ഒന്ന് വേഗം ഒന്ന് നോക്കിക്കേ. ശിവ ഒരു ലോഡ് ഫയൽ തൻ്റെ ഷെൽഫിൽ നിന്നും മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. ഇത്രയും ഫയലാ? പാർവണ കണ്ണു നല്ലിക്കൊണ്ട് ചോദിച്ചു. എന്തേ, എന്നെ കൊണ്ട് പറ്റില്ലേ? ശിവ ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. ഞാൻ നോക്കാം സാർ. പാർവണ അത് പറഞ്ഞു ഫയൽ എടുത്തുകൊണ്ട് തൻ്റെ സീറ്റിലേക്ക് പോകാനായി തിരിഞ്ഞു. നീ എവിടേക്ക് ഇതെല്ലാം എടുത്തിട്ടുണ്ട്? ശിവ പിന്നിൽ നിന്നും ചോദിച്ചു. ഞാൻ എൻ്റെ ടേബിളിൽ പോയിരുന്നു നോക്കാം സാർ. വേണ്ട, നീ ഏതാ ചെയറിലിരുന്നോ, എന്നിട്ട് എല്ലാം വേഗം ക്രോസ് ചെക്ക് ചെയ്ത്. അത് പറഞ്ഞ് ശിവ തൻ്റെ ലാപ്ടോപ്പിലേക്ക് നോക്കിയിരുന്നു. അപ്പോൾ പുതിയൊരു പാർട്ടായിട്ട് നാളെ കാണാം. എല്ലാവരും കമൻ്റ് ഇടാൻ മറക്കരുത്. ബായ്.